ഹേ ഗായ്സ്, ഹാപ്പി ഓണം സുഹൃത്തുക്കളെ. എല്ലാവർക്കും എന്റെയും മൃദുലയുടെയും നമ്മുടെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇല്ലേ അമ്മ? ഓണാശംസകൾ പറ. അതുകൊണ്ട് വെച്ചിട്ട് കുഞ്ഞു പറഞ്ഞു നമുക്ക് ഈ വട്ടം അങ്ങനെ ഓണാഘോഷം, പക്ഷെ ഓണാഘോഷം കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ഈ വർഷം. അമ്മുവിന്റെ ആദ്യത്തെ ഓണമാണ് അതുകൊണ്ട് നമുക്കങ്ങനെ വെറുതെ ഒന്നും ചെയ്യാതെ ഇരിക്കാൻ പറ്റുന്നില്ല. സോ അതുകൊണ്ട് നമ്മൾ എന്ത് വിചാരിച്ചു, നമ്മളിന്ന് കുറച്ച് ഓണക്കോടികൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഒരു കവർ നിറയെ ഓണം, ഒരു കവറല്ല, അവിടെ ഉണ്ട്, 2 കവറല്ല, അപ്പുറത്തുണ്ട് 3 കവറ്. അപ്പം ഇതിനകത്ത് മുണ്ട്, സാരി, ഷർട്ട് എല്ലാം ഉണ്ട്. അപ്പോ നമ്മള് കുറച്ച് ആൾക്കാർക്ക് നമുക്ക് കൊടുക്കാന്ന് വിചാരിച്ചു. എന്തായാലും പ്രശ്നം നമുക്ക് ഓണമില്ലല്ലോ, അപ്പൊ പിന്നെ ഓണം ഉള്ളവർക്ക് നമുക്ക് നമ്മുടെ ഒരു സന്തോഷം, നമ്മുടെ സന്തോഷം. അപ്പൊ എല്ലാവർക്കും വൺസ് അഗൈൻ ഹാപ്പി ഓണം ഗൈസ്. ഇവിടെ വലിയ സംസാരത്തിലാണ്. ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് 2 കൊല്ലമായിട്ട് ഓണമല്ലേ. കഴിഞ്ഞ പ്രാവശ്യം കല്യാണം കഴിഞ്ഞ ആദ്യത്തെ ഓണമായിരുന്നു. അന്ന് എനിക്ക് വീട്ടിൽ പോകാൻ പറ്റിയില്ല. നമ്മളുടെ അച്ചാച്ചൻ മരിച്ചതുകൊണ്ട് ഓണം ഇല്ലാത്തതുകൊണ്ട് നമ്മൾ അവിടെ ആഘോഷിച്ചില്ല, തമ്മിലും ആഘോഷിച്ചില്ല, നമ്മള് വീട്ടിലും ആഘോഷിച്ചില്ല. ഇപ്രാവശ്യം അച്ഛൻ മരിച്ചുകൊണ്ട് നമുക്ക് ഓണം ആഘോഷിച്ചില്ല. നിങ്ങൾ കുറെ പേര് ചോദിച്ചു ഞാനിപ്പോ സെറ്റ് സാരി എടുത്താലോ, ഞാനിന്ന് ഓണം ആണെന്ന്. ഒരു ജസ്റ്റ് അതൊക്കെ ഒരു പ്രൊമോഷനാണ് ഗൈസ്. നമ്മുടെ ഫീൽഡ് ഇതായതുകൊണ്ട് നമ്മൾ ജസ്റ്റ് പ്രൊമോട്ട് ചെയ്യുന്നത്. അത് കണ്ടിട്ട് നമ്മൾ ഓണം ആഘോഷിക്കുകയാണ് എന്ന് വിചാരിക്കുന്നത്. ക്യാമറയുടെ മുന്നിലോട്ട് കൊണ്ടങ്ങ് നീ മാത്രം സംസാരിക്കും. വേറെ ആർക്കൂടെ ഒന്നും മിണ്ടല്ലേ. നീ സംസാരിച്ചിട്ട് പോയാ മതി. സംസാരിക്കും. നമ്മൾ രാവിലെ പോയി കടയിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ടുണ്ട്. ഭയങ്കര സന്തോഷം, ഇങ്ങനെ കൊടുക്കാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. അപ്പൊ എന്താ നമ്മള് ജസ്റ്റ് നമ്മൾ പോവുകയാണ്. പോകുമ്പോ നമ്മുടെ റോഡിൽ കാണുന്ന ആൾക്കാർക്കൊക്കെ നമ്മൾ ഓണക്കോടി ഇനിയിപ്പോ ഒരു 4-5 ദിവസം കൂടെ ഉണ്ട് ഓണത്തിന്. എല്ലാരും ഓണക്കോടി എടുത്താണ്. സത്യം, അത് ശരിയാട്ടോ. ഓണം വരുമെന്ന് പറയുമ്പോൾ എല്ലാരും ഒന്നും ഓണക്കോടി എടുക്കൂല. ആക്ച്വലി പല പല ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ള ആൾക്കാരുണ്ട്. അപ്പം ഇപ്പം മക്കൾക്ക് എടുത്തു കൊടുക്കും, ചിലപ്പോ അച്ഛനും അമ്മമാരെ എടുക്കത്തില്ല. അതുകൊണ്ട് ഞാൻ ഏറ്റവും കൂടുതൽ അച്ഛന്മാർക്കാണ്, കുറച്ച് ഏജിലുള്ള അച്ഛന്മാർക്ക് ഞാൻ കുറെ മുണ്ടുകൾ വാങ്ങിച്ചിട്ടുണ്ട്. മുണ്ടും നമ്മുടെ അതുപോലെ തന്നെ ഷർട്ടൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ആ ഒരു കാറ്റഗറി ആൾക്കാർക്ക് വേണ്ടി, കുറച്ച് ഏജിലായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി. കാരണം അവരായിരിക്കും, എന്റെ മനസ്സ് പറയുന്നത് അവരായിരിക്കും ഏറ്റവും കൂടുതൽ ഓണക്കോടി ഒന്നും വേണ്ടാന്ന് വിചാരിച്ചിരിക്കുന്ന ആൾക്കാർ. മേ ബി അവരായിരിക്കാം, എല്ലാവരുടെയും കാര്യമല്ല, പക്ഷെ അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം നമുക്ക് എന്തായാലും പോകുമ്പോൾ നമുക്ക് കാണുമ്പോൾ. പിന്നെ അല്ലാതെ പിള്ളേർ സെറ്റ് ഉണ്ടല്ലോ, അവർക്ക് എന്റെ ഒരു കുറച്ച് ഓണത്തിന് ഇടാൻ പറ്റിയ ജ്വല്ലറി ആണോ ഉണ്ട്. അപ്പൊ നമ്മൾ ഓണക്കോടികളുമായി ഇത് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ് സുഹൃത്തുക്കളെ. ആൻഡ് നമ്മുടെ ഓണാഘോഷം ഇങ്ങനെ, ഇതാണ് നമ്മുടെ ഓണം സ്പെഷ്യൽ വീഡിയോ. ഇനി ഒരു ഓണം സ്പെഷ്യൽ കളികളോ അത്തപ്പൂക്കളോ കാര്യങ്ങളോ ഒന്നും നമ്മുടെ ചാനലിൽ വരുന്നതല്ല. കരഞ്ഞുണ്ടൊക്കെ പോയാ. അപ്പം നമ്മുടെ ചാനലിലെ ഓണാഘോഷം ഇത് ഇങ്ങനെ ആയിരിക്കും. അപ്പൊ ലെറ്റ്സ് ഗോ. അമ്പൂട്ടന്റെ ആദ്യത്തെ ഓണാഘോഷം. എല്ലാവർക്കും ഓണക്കോടി കൊടുത്ത് നമ്മൾ അർമാദിക്കാൻ പോവുകയാണ്. ഓണമൊക്കെ കഴിഞ്ഞിട്ട് നമ്മള് സദ്യയൊക്കെ തിന്നുക. എല്ലാവരും ഹാപ്പിയാണ് പറയാം. അപ്പൊ നമ്മുടെ മുണ്ടും സാരിയും ഷർട്ടുകളും കൊണ്ട് ഫ്രണ്ട് നിറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇനി അമ്മയുടെ കയ്യിൽ ഒരു കവർ കൂടി ഉണ്ട് കേട്ടോ. അയ്യോ, ഒരു കൈ കൊണ്ട് ഹാൻഡ് ബ്രേക്ക് എടുക്കാൻ പറ്റത്തില്ല. അയ്യോ വെറുതെ ഇനി എവിടെ കേറും? നീ എവിടെ കേറും? ഇരിക്കാൻ പറ്റുമോ? നമുക്ക് കൊടുക്കാൻ എളുപ്പമാണല്ലോ ഫ്രണ്ട് വെച്ചാലേ. അല്ലെങ്കിൽ ഓരോ പ്രാവശ്യവും ഡിക്കി തുറക്കാൻ പാടാ. ഒന്നും വേണ്ട, അമ്മ കയറിട്ട് ഇവനെ അങ്ങ് എടുത്താൽ മതി ബാക്കില്. ഓക്കേ, ലെറ്റ്സ് ഗോ. ഹാപ്പി ഓണം. ഓണായിട്ട് ഓണക്കോടി എടുത്താ? ഓണക്കോടി എടുത്താ? നീ 3-4 ദിവസം കൂടി അല്ലേ ഉള്ളു ഓണത്തിന്. 5000 അങ്ങോട്ട് തരാൻ ഓണമായിട്ട്? ശരി, ഓണമായിട്ട് അങ്ങോട്ട് തരേ. അച്ഛൻ എന്ത് ജോലി ചെയ്യുന്നു? ഹാപ്പി ഓണം. എന്റെ ഒരു ഓണക്കോടി വെച്ചോ. ഹാപ്പി വേണം. പൊളി കേട്ടാ. ഓക്കെ, 6000 രൂപ തരും. പെട്രോൾ പമ്പിൽ നൈറ്റ് വാച്ചറായിട്ട് അവിടെ ഇരിക്കും. രാത്രി പമ്പിൽ എണ്ണ അടിക്കാൻ പോകും. വാച്ചറായിട്ട് പോകും. അങ്ങനെ 6000 രൂപ ഒരു മാസം 6000 രൂപ. അത് വെച്ച് എങ്ങനെ നമ്മൾ ജീവിക്കുന്നു പറയാം. ശരി, ഇപ്പോഴത്തെ വിലയും വെച്ചിട്ട് 6000 രൂപയ്ക്ക് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റൂല. ഒന്ന് പിന്നെ പെൻഷൻ 1500 രൂപ.
ഇന്ന് 2 മാസം പൈസ വന്നേ ആ പൈസ വാങ്ങിച്ചിട്ടില്ല സത്യം. ഞാൻ അങ്ങോട്ട് നോക്കി ഒരു ഹായ് കാണിച്ചോ, ഒരു ഹായ് കാണിക്ക്. സന്തോഷമുണ്ട്, ഹാപ്പി ഓണം, അടിച്ചു പൊളിക്കും. ഈ ഡ്രസ്സ് ഇട്ടിട്ട് തിരുവോണത്തിന് പൊളിക്കണം കേട്ടോ. അമ്പലത്തിലൊക്കെ പോണേ. ഓക്കെ, സന്തോഷം. ഭയങ്കര സന്തോഷം കാര്യം, സീരിയസ്ലി ഭയങ്കര ഹാപ്പി. ചേട്ടാ ഹാപ്പി ഓണം. ഓണക്കോടി എടുത്താ? എടുത്തില്ല? അതെന്ത് പറ്റി? ഇത് തന്നെ ഓണക്കോടി. എൻ്റെ ഒരു ചെറിയൊരു സമ്മാനം ഓണക്കോടി. ഉറങ്ങുന്ന കാര്യം അതാവുമ്പോ നമുക്ക് നോക്കാം, ആൾക്കാരെ നോക്കാൻ, നമുക്ക് ഇറക്കിക്കൊണ്ട് കൊടുക്കാനും അല്ലേ. സത്യം പറഞ്ഞാലേ പണ്ട് ഓണാവുമ്പോഴേ ഒരാഴ്ചക്ക് മുമ്പേ വീടും എല്ലാം വൃത്തിയാക്കി ഓണം വരുന്ന ഒരു വേറൊരു മൂടാണ്. രാത്രി ഉറക്കമില്ല. അമ്മയ്ക്കാണെങ്കിൽ തുണി തയ്ക്കുന്നുണ്ട്, ഓണത്തൈ. അയ്യോ എന്തുവാ ഓണത്തൈല് രാത്രി ഉറക്കമില്ല. ഞാൻ വീട് വൃത്തിയാക്കും, സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് വെക്കും. എല്ലായിടത്തും ഹൗസ് ഒക്കെ വൃത്തിയാക്കി പിന്നെ രാവിലെ ആകുമ്പോഴത്തേക്ക് പോകും. ഓണക്കോടിയൊക്കെ നേരത്തെ പോയി എടുക്കും. ഓണക്കോടി എടുക്കുന്നതിന് വേറൊരു വൈബ്. സത്യം. അതിട്ടോണ്ട് പിന്നെ സ്കൂൾ ഉറപ്പിനൊക്കെ പോവല്ലോ, അത് വേറെ ഫീലാ. ഞാനൊക്കെ മുമ്പ് ഇമാജിൻ ചെയ്യും ഈ പാൻറ്റിന്റെ കൂടെ അന്ന് അതിട്ടിട്ട് പോണം, ഷൂസ് ഇതിടണം. അയ്യോ മക്കളെ ഇത് വെള്ളം കുടിക്കാൻ ജോലി ചെയ്യുന്ന ജോലി മുറുക്കടയിൽ മോള് കണ്ടിട്ടുണ്ടോ? മുറുക്കടയില? ഇല്ല. അവിടെ ഉണ്ടാകടാ? അവിടെ ഉണ്ടാക്കുന്നത് മോളെ അവരഞ്ചാറ് ചോറ് തന്നെ വേണ്ടി കഞ്ഞി വെക്കണ്ടാവും. കട അടച്ചോപ്പോ? കട അവിടെ തുറന്നിരിക്കണം, മക്കളെല്ലാം വാങ്ങണോ? അല്ല ഒന്നും വേണ്ട, ഞാൻ ചേച്ചിയെ കാണാൻ വേണ്ടി വന്നു. ഓണക്കോടിയൊക്കെ എടുത്താ? ആരെടുത്തിയവരാ? ഞാൻ ഒറ്റയ്ക്കാണ് വന്ന മോളെ. ഞാൻ അമ്മയ്ക്കൊരു ഓണക്കോടി തരാൻ വേണ്ടി വന്നത്. മോളിപ്പോ എവിടെ ഇപ്പം പോകുമ്പോ അതുകൊണ്ട് അതാ കാറ്. ഹസ്ബൻഡും കുഞ്ഞും എന്റെ അമ്മയും ഉണ്ട് കാറ്. ഇങ്ങനെ പോയപ്പോ എങ്ങനെയാ എന്തോ ദൈവം കാണിച്ചു തന്ന്. എൻ്റെ അച്ഛൻ ഈ വർഷം മരിച്ചതുകൊണ്ട് ഞങ്ങൾക്ക് പ്രാവശ്യം ഓണം ഇല്ല. അപ്പൊ പിന്നെ എന്നാ പിന്നെ ഓണം ആഘോഷിക്കുന്നവർക്കെങ്കിൽ ഇങ്ങനെ ഡ്രസ്സ് എടുത്തു കൊടുക്കാന്ന് വിചാരിച്ചു. വലിയ നന്ദി. സാരി ഒന്നും എനിക്കില്ല. ഇത് ഉടുക്കണം, ഇത് ഉടുത്തോണ്ട് വേണം കടയിലിരിക്കാൻ. ഞങ്ങൾക്ക് ചെറിയൊരു യൂട്യൂബ് ചാനലുണ്ട്, അതുകൊണ്ട് അവിടെ നോക്കി ഹായ് പറഞ്ഞേ. അതുകൊണ്ട് ആ കാറിൽ നോക്കിയാൽ മതി. ഹായ്. അപ്പൊ ഇനി എല്ലാരും മുറുക്കാൻ കടയിൽ കയറും, അത് കാണുന്നവരെല്ലാരും. ഞാൻ പഠിച്ചു കഴിഞ്ഞു. എനിക്കൊരു കുഞ്ഞുണ്ട്, 9 മാസമുള്ള ഒരു കുഞ്ഞുണ്ട്, കാറി ഇരിപ്പുണ്ട്. ആൺകുഞ്ഞ്. അനിത ചേച്ചിക്ക് ഹാപ്പി വേണം. ടാറ്റാ. പരിപ്പൂടുണ്ട്. എനിക്കൊരു ഏത്തക്കപ്പം, ഏട്ടന് പരിപ്പൂട, അമ്മയ്ക്ക് ഉള്ളിവട വേണമെന്നറിയാം. ഒരു പാത്രത്തിൽ അമ്മയുടെ പിന്നെ പറഞ്ഞല്ലോ. ഹാപ്പി ഓണം. അതെ, എൻ്റെ ഒരു ചെറിയൊരു സമ്മാനം, ഒരു മുണ്ട്. ഹാപ്പി ഓണം. ഇതെങ്ങനെയാ കൊടുക്കുന്നേ? ആഹാ, വീട്ടിൽ വെക്കുന്നയാ? വീട്ടില് ഈ സീസണിൽ ചക്ക ഉണ്ടോ? ആഹാ ആഹാ. ഹാപ്പി ഓണം. പോട്ടെ. പേരെന്തുവാ? ചക്കയും കിട്ടി, അവരും ഹാപ്പി, നമ്മളും ഹാപ്പി. ഈ ചക്ക കിട്ടുമ്പോ അമ്മയും ഹാപ്പി. അടിപൊളി ചക്ക. ഹാപ്പി ഓണം. ഹാപ്പി ഓണം മോളെ, ഹാപ്പി ഓണം.
ഹായ്, പേരെന്താ അമ്മയുടെ? എൻ്റെ പേര് സന്ധ്യ. സന്ധ്യ. ഓണക്കോടി എടുത്താ? ഓണക്കോടിയൊന്നും എടുത്തില്ല. നാളെടുത്ത് ചിലപ്പോൾ എടുക്കും. ആ, എന്നാ എൻ്റെ വക ചെറിയൊരു ഓണക്കോടിയും കൊണ്ടാണ് ഞാൻ വന്നേ. കയ്യിൽ പുളി അടച്ചോണ്ട് അത് കുഴപ്പമില്ല. ഇല്ല, ചെറുതായിട്ട് എടുക്കാക്കെ ഇല്ല. അവള് വലുതായിട്ട് വെച്ചാൽ പിന്നെ അവളെ എടുത്തായിരുന്നു. ഞാൻ കയറി എടുക്കും. ആ, പോട്ടെ. ഹാപ്പി ഓണം. അപ്പിയാണ്. എത്ര ടിക്കറ്റ് വില എത്ര? 500. ഓണക്കോടി എടുത്താ? എന്നാ എൻ്റെ ഒരു ചെറിയൊരു സമ്മാനം. ഹാപ്പി ഓണം. വീട് എവിടാ? CRP. പോടാ. ഇനി എത്ര ഉണ്ട് മൃദുലേ? തീർന്നാ? ഓൾമോസ്റ്റ് നമ്മൾ കുറച്ചൊന്നും വീഡിയോ എടുത്തിട്ടില്ല. തീരാറായി. ഇനി ഒരു മൊത്തം മുണ്ടുണ്ട്. 3 മുണ്ടോ? 3 മുണ്ട്, 3 ഷർട്ട്, പിന്നെ ഒരു സാരി. ഹാപ്പി ഓണം. ഓണമായിട്ട് ഓണക്കോടി ഒന്നും എടുത്തില്ലേ? ഞാൻ ഇങ്ങനെ പോയപ്പോൾ രണ്ടുപേരും ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ചു ഓണക്കോടി എടുത്തോ ഇല്ലൊന്നും തിരക്കാതെ വിചാരിച്ചു. എല്ലാവർക്കും ഓണക്കോടി കൊടുക്കാൻ വേണ്ടി ഇറങ്ങിയതാ. അപ്പോൾ ഇങ്ങനെ രണ്ടുപേരും കണ്ട. രണ്ടുപേർക്ക് ഓണക്കോടി എടുക്കട്ടെ? നീ തിരുവോണത്തിന് തരണം കേട്ടാ. ഓക്കെ. ഹായ്ടാ. ഹാപ്പി ഓണം. പൊളിച്ചേ. എക്സാം ഒക്കെ എങ്ങനെ നല്ലോണം എഴുതിയാ? നീ ശബരിമല ഇപ്പോൾ മാല ഇട്ടേക്കണ? കൊന്തയായിരുന്നാ? കുഞ്ഞുണ്ടാകുന്നുണ്ട്. എക്സാം ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു എല്ലാവരും? ഫോട്ടോ എടുക്കാം. പാ. പേരെന്തോന്ന്? തനു. വണ്ടി നോക്കി റിവേഴ്സ് എടുത്ത് വന്നപ്പോഴേ ഞങ്ങൾ നോക്കി ഇരുന്നിട്ട് ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് വണ്ടി കൂടെ കണ്ടു. ഗൈസ്, അപ്പൊ നമ്മള് എല്ലാം കൊടുത്തു. എല്ലാ സാധനം തീർന്നില്ലേ മൃദുലേ? കവർ മാത്രം ബാക്കി. പക്ഷേ ലാസ്റ്റ് വന്നപ്പോ നമുക്ക് സങ്കടം വേറൊന്നുമല്ല. പിള്ളേർക്ക് എല്ലാവർക്കും കൂടി കൊടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും കയ്യിലുണ്ടായിരുന്നെങ്കിലും തോന്നിട്ട് കേട്ടോ. പിന്നെ കേട്ടോ, സമയം 6:30 നമ്മളെപ്പോ ഇറങ്ങിയതല്ലേ? നമ്മുടെ ഇപ്രാവശ്യത്തെ ഓണം തീർന്നു. നമ്മളെ ഓണം തീർന്നു ഗൈസ്. നമ്മളെ ഓണം അടിച്ചു പൊളിച്ചു. സന്തോഷത്തോടെ നമ്മുടെ ഓണം നമ്മൾ തീർത്തിരിക്കുന്നു ഗൈസ്. അതെ. അപ്പൊ മുടങ്ങിയ സന്തോഷം. അമ്പൂട്ടനോട് ഹായ് പറഞ്ഞേ. ഹാപ്പി ഓണം പറയാമ്പോ. ഹാപ്പി ഓണം. ഞങ്ങൾ ബിസി ആയിരുന്നു ഏട്ടാ. ഞങ്ങൾ ഉമ്മയമ്മയുടെ കൂടെ ബിസി ആയിരുന്നു. 1 മിനിറ്റിൽ തത്തമില്ലേ? താഴെ മതി. നമ്മളെ രാത്രി ഗൈസ് ഒരു ചെറിയ ഷൂട്ട്, ഒരു ഡാൻസ്. അപ്പോൾ അത്തൊക്കെ ഒരുക്കി ഇപ്പൊ ഇറങ്ങുന്ന പാട്ടിനെല്ലാം ഓണം വൈബാണ്. ഓണം വൈബ് വേണം. അപ്പൊ പിന്നെ നമ്മൾക്ക് ഇങ്ങനെ പൂവൊക്കെ ഇട്ട് അലങ്കരിച്ചല്ലേ പറ്റൂ. ഈ ഷർട്ട് കൊള്ളാം കേട്ടോ. ഇത് നമ്മൾ ഇവിടെ നിർത്തില്ലേ? മുംബൈന്ന് ഞാൻ എടുത്തതാ. ഫുൾ കൈ ആയിരുന്നെങ്കിൽ സെറ്റ് ബെറ്റർ ആയിരുന്നല്ലേ? ഫുൾ കൈ ഉണ്ടായിരുന്നു, പക്ഷേ ഈ ക്ലോത്തിലല്ല, വേറെ ക്ലോത്തിൽ ഫുൾ കൈ ഉണ്ടായിരുന്നു. കുറെ പേരെ കണ്ടു. നമ്മൾ കുറെ ഒന്നും വീഡിയോ എടുത്തിട്ടില്ല ആക്ച്വലി. കുറെ ഒന്നും നമ്മൾ എടുക്കാതെ തന്നെ കൊടുത്തു. വണ്ടി സൈഡിൽ നിർത്തിയിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് പേര് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം ഇത് എടുക്കുന്ന ഇത് വേറെ നിങ്ങൾ കാണിക്കാൻ വേണ്ടി വീഡിയോ ഇടുന്നു അങ്ങനെയൊക്കെ പറയും. നമ്മളെ സന്തോഷം നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത് അത് വേറൊരു രീതിയിൽ എടുക്കുന്നവർക്ക് എടുക്കാം. സോ ഞാൻ പറഞ്ഞില്ല ഏട്ടാ, എന്ത് ചെയ്താലും നെഗറ്റീവ് പറയാതിരിക്കുന്നവര് പറഞ്ഞോ. നിങ്ങൾക്കൊരു പണിയില്ലെങ്കിൽ നിങ്ങൾ പറഞ്ഞോ. നമ്മുടെ ഈ ഒരു ഓണം ഇങ്ങനെ അങ്ങ് അടിച്ചു പൊളിച്ചു സുഹൃത്തുക്കളെ. ഇത് എൻ്റെ ഫ്രണ്ട് വന്നപ്പോൾ അവന് വാങ്ങിച്ചോണ്ട് വന്ന കേട്ടോ. നാളെ അവന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആ. അയ്യോ, ഒരു 15 രൂപയെങ്കിലും എടുത്താണു അല്ലേ? എനിക്ക് അതെ, ഒരു ഫ്രണ്ടിന് നമ്മൾ വീട്ടിൽ പോയില്ലായിരുന്നോ നമ്മൾ അരവിന്ദിന്റെ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോന്ന് അറിയത്തില്ല. അപ്പം അവന്റെ കുഞ്ഞിന്റെ അവനെക്കാട്ടി 2 മാസം മൂത്ത് അല്ലേ? 2 മാസം മൂത്ത്. അപ്പൊ അവന്റെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പൊ അവൻ ഇവിടെ വിളിക്കാൻ വന്നപ്പോ അമ്പൂട്ടനെ കൊണ്ടുവന്നതാണ്. PPA കടിക്കുന്നത്. അപ്പൊ അമ്മ ദേ നമ്മള് ചക്ക വാങ്ങിച്ച ചക്ക ദേ പൊളിക്കുന്നു. പിന്നെ അല്ല, ബിഗ് ബോസ് ഇനി വീടുകളിൽ ബിഗ് ബോസ്. കാല് എന്റെ മോനെ അറിയാ ബീബി.
അച്ഛന്മാർക്ക് ഇങ്ങനെ ഗൈസ് ഈ കുഞ്ഞിലെ തൊട്ടേ വണ്ടിപ്രേമം അവൻ ഇപ്പോഴേ വണ്ടിപ്രേമൊന്നും ഇല്ലായിരുന്നു, പക്ഷെ ഇപ്പൊ ഒരു 2 ആഴ്ചയായിട്ട് ഇതൊക്കെ ഭയങ്കര ഇഷ്ടം അവന്. പാവയും കളിപ്പാട്ടങ്ങളും വേണ്ട, അവന് വണ്ടികൾ മതി ഇപ്പൊ. പണ്ട് കോളേജിലൊക്കെ ഡാൻസും കളിച്ച് യൂണിയന്റെ പരിപാടിയിലും കേറി വായി നോക്കി ക്യാൻറ്റീനിലും ഇരുന്ന് ലൈബ്രറിയിലും ഇരുന്ന് മൂത്രപ്പരയുടെ അവിടുത്തെ അവിടുത്തെ അവിടെയും പോയിരുന്ന് ഇങ്ങനെ വായി നോക്കി കോളേജ് നടന്നോളാം. ദേ പൊക്കത്തൊരു കൊച്ചിനെയും വെച്ചോണ്ട് അവിടെ ഇരുന്ന് തൂക്കുക. മൃദുലക്കൂലി ഇതോണ്ട് നീ എന്തിനാ തൂക്കുന്നത്? അതിനെ പറഞ്ഞു വിടങ്ങോട്ട്. സംഭവം എന്താ പറയാമോ, അതിനൊരു പ്രശ്നമുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് ഈ ഇതിന്റെ ബ്രഷ് ഉണ്ട്, ഒറ്റ ചെറിയ ഫൈൻ ബ്രഷ്. അത് ഒരെണ്ണേ ഉള്ളൂ, സ്പെയർ അവർ തന്നിട്ടില്ല. സത്യത്തിൽ അത് 2-3 തരാനുള്ളതാണ്. കാരണം അത് ഡാമേജ് ഒന്നും ആവത്തില്ല, പക്ഷെ എന്നാലും നമ്മളെ ഈ മുടി ചിലപ്പം ഒരു നൂലൊക്കെ കാണും. അപ്പൊ ഇത് കയറി കഴിഞ്ഞാൽ ഇതെല്ലാം കൂടി കുരുങ്ങും. ഒരു മുടിയല്ല, എന്നാലും 2-3 മുടി ഇങ്ങനെ ഒന്നിച്ച് കയറി എല്ലാം കൂടി കയറി പിന്നെ അത് കറങ്ങൂല. അപ്പൊ ഇത് വിളിച്ച് അലാറം അടിക്കും. അപ്പൊ സാധനം ക്ലീൻ ഒക്കെ ചെയ്യും, തുടച്ച് നല്ല ക്ലീൻ ആകും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ഈ നൂല്, മുടി, അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ഒന്ന് മാറ്റിയിട്ട് കൊടുക്കണം അതിന്. അത് മാത്രം ചെയ്യണം. ഞാൻ എഡിറ്റ് ചെയ്യുക ഗൈസ്, എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അവന് ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ് ജോലി ചെയ്യുന്നത്, പാചകം ചെയ്യുന്നത്. വൺസ് അഗൈൻ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ഹാപ്പി ഓണം ഗൈസ്. അപ്പോൾ ഓണം എല്ലാവരും അടിച്ച് പൊളിക്കുക. ഈ സദ്യയൊക്കെ കഴിച്ചിട്ടുണ്ടല്ലോ, അത് തലേന്നത്തേക്ക് രാവിലത്തേക്ക് മാറ്റി വെക്കും. പരിപ്പൊക്കെ പന്നലായി പോവും. സാമ്പാർ, ഇഞ്ചി, പായസം, ഇതെല്ലാം രാവിലെയും കൂടി കഴിക്കണം. പൊളിയാ. അപ്പൊ അത്രേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഹോപ്പ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയുള്ള കാണുന്നവരേ ബൈ.